പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ മുത്തശ്ശിമാർ അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്താണ്, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും തിന്നാനുണ്ടാക്കിയാൽ അത് ആണുങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ അളന്നെടുക്കുന്ന വീട്ടിൽ ആരാണ് മുതിർന്നവർ അളന്ന് കൊടുക്കുന്ന അരിയൊക്കെ എടുത്തിട്ടായിരുന്നു അന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആണുങ്ങൾ കഴിച്ചിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിലാണ് ഈ പെണ്ണുങ്ങൾ കഴിക്കുക. അതുമല്ല, അത് ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ അന്നത്തെ സാഹചര്യം ഒന്നും അല്ല കേട്ടോ ഇന്ന്. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അനീഷേട്ടൻ കമ്പം കൊണ്ടുവന്നിരുന്നു കേട്ടോ, നമ്മളെ സ്വീറ്റ് കോൺ. അപ്പോൾ അനീഷേട്ടൻ പുഴുങ്ങി കൊടുക്കാൻ നിത്തുന് ഭയങ്കര ഇഷ്ടമാണ്, അനീഷേട്ടനും ഇഷ്ടമാണ്, എനിക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അന്നേരം അനീഷേട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തേ പുഴുങ്ങിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നിത്തുന് തിന്നാൻ വിചാരിച്ച് പുഴുങ്ങിയാണ്. അപ്പോൾ സമയമായപ്പോൾ ഇതാ മൂപ്പര് വന്നിട്ടോ. അപ്പോൾ പിന്നെ മൂപ്പർക്കും നിത്തുനും കൊടുക്കല്ലാതെ വഴിയില്ലല്ലോ, ഒരെണ്ണം പുഴുങ്ങാനുണ്ട്. പക്ഷെ ഞാനത് പുഴുങ്ങിയില്ലേ. അപ്പോൾ രണ്ടാൾ കൂടി കൊടുത്ത് ഞാൻ വെറുതെ നുണഞ്ഞുകൊണ്ട് അപ്പുറത്ത് വന്ന് നിന്ന് നോക്കിയിട്ട് ആരും എനിക്ക് തരും എന്നുള്ളതൊന്നും ചിന്തിക്കണമല്ലോ. അപ്പോൾ രണ്ടാളും തരൂല വിചാരിച്ചു. പിന്നെ നിത്തു ആദ്യം വന്നിട്ട് ഒരു കഷ്ണം ഓൻ്റെ നിന്ന് തന്നു. ഓന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഓൻ്റെ നിന്ന് വല്ലാതെ കടിച്ചില്ല കേട്ടോ. കാരണം കുട്ടി തിന്നെയാണ് എത്തുന്നോട്ടോ, ഓൻ്റെ വയറ്റിലെത്തുകയാണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ അനീഷേട്ടൻ ആദ്യം തരില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അനീഷേട്ടനും തന്നു. പാവം തോന്നിയിട്ടേക്കും, നുണ കൂടണ്ട വിചാരിച്ചിട്ടേക്കും ചിലപ്പോൾ. അപ്പോൾ അനീഷേട്ടൻ്റെ നിന്നും ചെറിയൊരു കഷ്ണം കഴിച്ചു. ബാക്കി ഒരു രണ്ടാളും തിന്നട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളേന്ന് ഓരോ കഷ്ണം വീതം കിട്ടിയ ഞാനല്ലേ ശരിക്കും ഭാഗ്യവതി.